ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ വീറ്റ് മോമോസിൻ്റെയും അതിൻ്റെ ഒപ്പം കഴിക്കുന്ന ടൊമാറ്റോ ചട്നിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഞാൻ ഇതിനു മുന്നേ 1-2 തവണ വീട്ടിൽ മൈദ കൊണ്ട് മോമോസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുശേഷം മൈദയ്ക്ക് പകരം ഗോതമ്പ് കൊണ്ട് ഒരു തവണ മോമോസ് ഉണ്ടാക്കിയപ്പോൾ അതിനേക്കാളും ടേസ്റ്റായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചട്നി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 5 തക്കാളിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചട്നി കുറച്ച് മതിയെങ്കിൽ കുറച്ച് തക്കാളി ചേർത്താൽ മതി. അതിലേക്ക് ഒരു 7-8 അല്ലി വെളുത്തുള്ളി ചെറുതാണെങ്കിൽ കൂടുതൽ ചേർക്കുക. പിന്നെ എരിവിന് ആവശ്യമായ വറ്റൽമുളകാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് അതൊന്ന് കുക്കായി വരുമ്പോൾ ഇതുപോലെ തൊലി ഇളകി വരും. തൊലി പെട്ടെന്ന് തന്നെ ഇങ്ങനെ വിട്ട് കിട്ടാനാണ് നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഭാഗത്ത് നിന്ന് നമുക്ക് തൊലി നന്നായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. അത് തണുത്ത ശേഷം അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് ഈ ഒരു പാകത്തിന് അരച്ചെടുക്കുക. ഇത് ഒരുപാട് അരഞ്ഞു പോകരുത്, ചെറിയൊരു തരിതരിപ്പോടെ വേണം അരച്ചെടുക്കാൻ. ഇനി ഇത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടിയിലോട്ട് കുറച്ച് കുക്കിംഗ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നപ്പോൾ ചെറുതായി ചോപ്പ് ചെയ്ത വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളുത്തുള്ളി ചേർക്കുമ്പോൾ ഈ ചട്നിക്ക് നല്ല ടേസ്റ്റാണ്. അതൊന്ന് മൂത്ത് വന്നപ്പോഴേക്കും നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തക്കാളിയുടെ കൂട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലെ വെള്ളം ഒന്ന് വറ്റി വരുമ്പോൾ അതിലേക്ക് അരമുറി നാരങ്ങ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ചേർക്കുന്നത് പിസ്സ സീസണിംഗ് ആണ്. നമുക്ക് മിക്സഡ് ഹെർബ് കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂണ് ടൊമാറ്റോ സോസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് കുറുകി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചട്നി നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണ് പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ചേർക്കുമ്പോൾ ഇതിൻ്റെ എരിയും പുളിയും എല്ലാം നന്നായിട്ടൊന്ന് ബാലൻസ് ആയിട്ട് കിട്ടും. ഇത് കുറുകി വരാനായിട്ട് ചില ആൾക്കാരൊക്കെ കോൺഫ്ലോർ ചേർക്കാറുണ്ട്. ഞാനത് ചേർത്തിട്ടില്ല. അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മോമോസ് ഉണ്ടാക്കാം. ഞാനിവിടെ ചിക്കൻ മോമോസാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ ഞാൻ എടുത്തിട്ടുള്ളത് ക്യാബേജും സവോളയാണ്. ഇത് നല്ല ഫൈനായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ ചോപ്പറിലിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചോപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന വെജിറ്റബിൾസ് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഇവിടെ ഒരു ചീനച്ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് കുക്കിംഗ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവോളയും ക്യാബേജും ചേർക്കാം. നമ്മൾ വെജ് മോമോസാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ക്യാപ്സിക്കവും ക്യാരറ്റൊക്കെ ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചിക്കൻ മോമോസിലാണെങ്കിലും അതൊക്കെ ചേർക്കാം. പക്ഷേ ഞാനിവിടെ ക്യാബേജും സവോളയും മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതൊന്ന് കുക്കായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ചേർക്കാം. അപ്പോൾ ഈ ബോൺലെസ് ചിക്കന് ഞാൻ അതേ ചോപ്പറിലിട്ട് തന്നെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ്. ഇത് വെജിറ്റബിൾസുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും എരിവിന് ആവശ്യമായ കുരുമുളകും ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചില സമയത്ത് നമ്മുടെ വെജിറ്റബിൾസ് ഒന്ന് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഇത് ഫില്ലിങ് നമുക്ക് അതിനകത്ത് വെക്കുമ്പോൾ ഇളകി വീഴാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊന്ന് കോട്ട് ചെയ്ത് കിട്ടാനായിട്ട് കോൺഫ്ലോർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അവസാനമായിട്ട് കുറച്ച് മല്ലിയില കൂടെ ചേർത്തിട്ട് ഫില്ലിങ്സ് മാറ്റി വെക്കാം. ഇനി മോമോസ് ഉണ്ടാക്കാനുള്ള ഗോതമ്പ് മാവൊന്ന് കുഴച്ചെടുക്കാം. മാവിലേക്ക് ആവശ്യമായ ഉപ്പും ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഞാനിവിടെ വെള്ളം കുറേശ്ശെയാണ് ചേർത്ത് കുഴച്ചെടുത്തിട്ടുള്ളത്. അങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം മാവ് കുഴച്ചെടുക്കാൻ. ഒരു അരമണിക്കൂർ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മാവ് നല്ല സോഫ്റ്റായിട്ട് വരും. അതിനുശേഷം ചെറിയ ബോളുകളാക്കിയിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് നമ്മുടെ സാധാരണ ചപ്പാത്തി പലകയിൽ വെച്ചിട്ടാണ് ഇത് പ്രസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പൂരി പ്രസ്സറിൽ വെച്ചിട്ടും ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കാം. എനിക്കിതാണ് കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ളത്. ഒന്ന് പരത്തിയെടുത്തത് ശേഷം ഈ ഒരു സൈസിൽ ഒരു മൂടി വെച്ച് കട്ട് ചെയ്തെടുത്താലും മതി. ഈ ഒരു ഷീറ്റ് ഒരുപാട് കട്ടിയാകാതെ ഈ ഒരു തിക്നെസ്സിൽ വേണം പരത്തിയെടുക്കാൻ. ഇനി ഇതുപോലെ ഓരോ ഷീറ്റിലേക്കും നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ഫില്ലിങ്സ് വെച്ച് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ മോമോസ് ഫോൾഡ് ചെയ്തെടുക്കുന്നതിന് ഒരുപാട് ടെക്നിക്കുണ്ട്. എനിക്ക് കുറച്ച് ഈസി ആയിട്ടുള്ളത് ഈ ഒരു ടെക്നിക്കാണ്. അപ്പോൾ ഇത് നമുക്ക് ആദ്യമൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിലും 1-2 തവണ ചെയ്ത് വരുമ്പോഴേക്കും നല്ല ഈസി ആയിരിക്കും. ഈ ഒരു രീതിയിൽ ഞാൻ എല്ലാ മോമോസും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആവി കയറ്റി എടുക്കണം. ഇഡ്ഡലി തട്ടിൻ്റെ ആവി കയറ്റുന്ന തട്ടിലേക്ക് ഞാനൊരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മോമോസ് പാത്രത്തിൽ ഒട്ടിപ്പോകത്തൊന്നുമില്ല. നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്നതിനേക്കാളും ഇത് കുക്കായി വരുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് എക്സ്പാൻഡ് ആയിട്ട് വരും. അതുകൊണ്ട് മോമോസ് ഒരുപാട് അങ്ങ് തിക്കി ഞെരുക്കി വെച്ച് കൊടുക്കരുത്. നന്നായി വെള്ളം ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ സ്റ്റീമറിൻ്റെ തട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും. നമ്മുടെ ഫില്ലിങ്സ് ഓൾറെഡി കുക്കായതാണ്. ഇതിൻ്റെ പുറം ഭാഗം ഒന്ന് കുക്കായി വരേണ്ട സമയം മാത്രമേ എടുക്കത്തുള്ളൂ. ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ മൂടി തുറന്നിട്ട് ഇതിൻ്റെ പുറത്തൊക്കെ ഒന്ന് ബട്ടർ തേച്ച് കൊടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മോമോസ് നല്ല സോഫ്റ്റ് ആയിരിക്കും. അത് ഹാർഡായൊന്നും വരത്തില്ല. ബട്ടർ തേച്ചിട്ട് വീണ്ടും ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കുക.
ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മൈദയിൽ ഉണ്ടാക്കുന്ന മോമോസിനേക്കാളും നല്ല ടേസ്റ്റാണ് നമ്മുടെ ഗോതമ്പിൽ ഉണ്ടാക്കുന്ന മോമോസ്. നമ്മൾ വെച്ച സൈസിനേക്കാളും അത് കുറച്ചുകൂടെ ഒന്ന് എക്സ്പാൻഡായി വന്നിട്ടുണ്ട്. അത് നമ്മൾ ഉണ്ടാക്കിയ ചട്നിയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടമാകുന്ന ഒരു റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷൻ വഴി എന്നെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.